നമസ്കാരം. എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുന്നുവല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്. സരിക നിങ്ങൾക്ക് വേണ്ടി കഥ പറയുന്നു. വിചിത്രം ഭയാനകം എന്ന ടൈറ്റിലൂടെ. അപ്പോൾ കാണാൻ മറക്കല്ലേ, അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗാനമാണ്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി സംഗീതം കൊടുത്ത നല്ല ഒരു ഗാനം, മോഹന രാഗത്തിലുള്ള ഒരു ഗാനം. മോഹനത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ നമുക്ക് അറിയാം. എന്നോട് ഒന്നരക്കെട്ട് ശ്രുതിയിലാണ് ഈ പാട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സി ഷാർപ്പ്. വാതിൽ തുറക്കൂ നീ കാലമേ, താഴെന്നാ പാട്ട് തുടങ്ങി. വാതിൽ തുറക്കൂ നീ കാലമേ. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് ഒരു എക്സസൈസ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതായത് ഈ മന്ത്രസ്ഥായില് പഞ്ചമത്തില് വിരലിങ്ങനെ വയ്ക്കാം. എന്നിട്ട് തള്ളവരല് ഇതിനടിയിൽ കൊടുത്ത് സ്ഥായിൽ വയ്ക്കാം. ഇത്രയും പ്രാക്ടീസ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രാക്ടീസ്, സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങനെ ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് പാട്ട് വളരെ എളുപ്പത്തിൽ പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പിന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഗാനങ്ങളിലൊരു ഗാനമാണിത്. ഈ ഗാനത്തിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പാട്ടുണ്ടായിരിക്കുകയില്ല. നാളെ ഞാനൊരു കഥ പറയുകയാണ്, ഒരു സംഭവ കഥ നിങ്ങളോട് പറയുകയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് വിചിത്രം ഭയാനകം എന്നാണ്. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും അത് കാണണം. കാരണം ഒരു സംഭവ കഥയാണ്. നമ്മളെ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളിൽ കൗതുകം ഉണർത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവ കഥയാണിത്. നടന്ന സംഭവമാണ്. കഥയിലെ കഥാപാത്രങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവരുടെ ഒറിജിനൽ പേരിലൊന്നും അല്ല നമ്മളത് അവതരിപ്പിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പശ്ചാത്തലങ്ങളാണ് ആ കഥയിൽ മുഴുവനുള്ളത്. സത്യസന്ധമായിട്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതായത് വിചിത്രം ഭയാനകം എന്ന ടൈറ്റിലിൽ നാളെ ആ കഥ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനായിട്ട് മറക്കരുത്. ശരി, ഇനി നമുക്ക് ഈ വാതിൽ തുറക്കും നോക്കട്ടെ, എന്തോ എൻ്റെ പേര്, വാതിൽ തുറക്കും നീ കാലമേ എന്നുള്ള പാട്ടിലേക്ക് നമുക്ക് പോവാം. വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ. വാതിൽ സദഗമകത്തോട് ഞാൻ ഉപയോഗിച്ച ഫിംഗർ ചൂണ്ടുവരലാണ്. ഇവിടെ മോതിര വിരൽ. വാതിൽ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആ സാഹിത്യം വെച്ചുകൊണ്ട് വാതിൽ
ദസ ദസ ദ പ വാതിൽ പാദസ കാലമേ ഇപ്പോൾ ദസ ദസ സ വാതിൽ ഭൂമി കാലമേ ദസ ദസ പാദസ ഗാരിക ഗാരിക വാതിൽ വാതിൽ ഭൂമി കാലമേ ദസ ദസ ദ പാദസ ദസ ദസ ദ കാലമേ ഗാരിക കാലമേ. മനസ്സിലായല്ലോ? അത് ഇനി അടുത്ത് കണ്ടോട്ടെ ഗപ്പ 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 ഗരി സദ ഗപ്പ ഫിംഗറൊക്കെ മിഡിൽ ഫിംഗർ വെച്ച ഗാ വായിച്ചു ഗപ്പ ഗരി ഗപ്പ ഗരി സദ ഗപ്പ ഗരി സദ റീ സരി ഗപ്പ ഗരി സദ റീ സരി റീ ഗപ്പ ഗരി സദ റീ സരി കണ്ടോട്ടെ സ്നേഹ സ്വരൂപനെ. രണ്ടോടെ ചേർത്ത് വായിക്കാം. വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹ കണ്ടോട്ടെ സ്നേഹ സ്വരൂപനേ ഗപ്പ ഗരി സദ ഗപ്പ ഗരി സദ നീ സരി. ഓക്കെ, ഇനി അടുത്തത് കുരിശിൽ പിടയുന്ന ഇവിടെ ഒരു ഗമനം വരുന്നുണ്ട്. സഗരിക ഈ രീ വായിക്കുമ്പോൾ ഈ ഗാഡ് മോഹനമായതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ഗാഡ് ടച്ചോട് കൂടി വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് ഇത് നമ്മൾ ശാസ്ത്രീയമായി സംഗീതം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും കേട്ടോ. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
എന്നെ വിളിച്ചാൽ മതി, ഞാൻ പഠിപ്പിക്കാം. ഈസ്റ്റേൺ എങ്കിൽ ഈസ്റ്റേൺ പഠിപ്പിക്കാം, വെസ്റ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ വെസ്റ്റേൺ പഠിപ്പിക്കാം. രണ്ടും എനിക്കറിയാം. 10-17 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. അപ്പം അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സരിരി സാദാദ കുരിശിൽ പിടയുന്ന അങ്ങനെ വായിക്കാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടച്ചോടെ വായിക്കാം. നേരത്തും ഞങ്ങൾക്കായി ഇത് തന്നെ വായിച്ചാൽ മതി. കുരിശിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. ധാരിരി ഇവിടെയും കരി കുരിശിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസോ കണ്ടോട്ടെ സ്നേഹ സ്വരൂപനേ. ഇതാണ് വാതിൽ തുറക്കമേ എന്ന പാട്ടിൻ്റെ പല്ലവി എന്ന് പറയുന്നത്. ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന മോഹനരാഗത്തിലുള്ള ഒരു ഗാനമാണിത്. നിങ്ങളിത് പഠിക്കുക. ഇനി ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 75 10 520 887 എന്ന എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കാണിക്കേണ്ട ഭാഗമാണെങ്കിൽ അങ്ങനെ വായിച്ച് കാണിക്കാം. അതെല്ലാം പറഞ്ഞു തരേണ്ട മാത്രം ഭാഗമാണെങ്കിൽ ഞാൻ വോയിസായിട്ട് പറഞ്ഞു തരാം. കേട്ടോ? നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചാൽ മതി. ഒരു കാര്യം കൂടെ പ്രത്യേകം പറയട്ടെ, ഇപ്പം അയക്കുമ്പോൾ ഉടനെ തന്നെ ഞാനതിന് മറുപടി അയക്കണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലാണെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഫ്രീ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ സംശയമുള്ളത് ആ ഭാഗം ഞാൻ നിങ്ങളെ വായിക്കുവാനായിട്ട് സഹായിക്കും. കേട്ടോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നാളെ എൻ്റെ വിചിത്രം ഭയാനകം എന്ന കഥ കേൾക്കുവാൻ മറക്കരുത്. നിങ്ങൾ ആ കഥ കേട്ട് നോക്കുക. ഞാൻ പറയുന്ന എല്ലാ സംഭവ കഥകളാണ്. ഞാൻ ഒന്നും ചമയ്ക്കുന്ന ഒരു കഥയല്ല. ആദ്യമായിട്ട് ഞാൻ തുറന്നു പറയട്ടെ, അങ്ങനെ ചമയ്ക്കുന്ന ഒരു സ്വഭാവവും എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കഥ കേൾക്കണം. നിങ്ങളുടെ ആ പ്രോത്സാഹനമാണ് അടുത്ത കഥ. ഇടയ്ക്കൊക്കെ നമുക്ക് കഥകളാകാം. പിന്നെ അതുപോലെ എന്താ പറയുക, അറിവിൻ്റെ ജാലകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇടയ്ക്ക് പാട്ടുകൾ അങ്ങനെ പോവാം. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് വരും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ കൂടുതൽ പേര് ഇത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മൾ
തിരക്കുകൾക്കിടയിൽ ഞാൻ ഓടി വന്ന് എല്ലാ ദിവസവും ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. നിങ്ങളെ ഒരു പക്ഷേ ചിലരെങ്കിലും എൻ്റെ വീഡിയോ കാത്തിരിക്കുന്നവരാകും, എന്തായിരിക്കും സാർ എന്നിട്ടത് എന്നതിന് ഒരു ആകാംക്ഷയോട് കാത്തിരിക്കുന്നവരുണ്ടാകാം. ആരെങ്കിലും ചിലപ്പോൾ ഒരാളെങ്കിലും ഉണ്ടാകും ആ കൂട്ടത്തിൽ. അപ്പോൾ ആരെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ എത്ര തിരക്കാണെങ്കിലും, അന്ന് പനിയൊക്കെ വന്നപ്പോൾ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും വീഡിയോ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുക, പഠിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക. ഓക്കെ, ബൈ ബൈ.